നമസ്കാരം. ഒരിടവേളയ്ക്ക് ശേഷം ഗാസ വീണ്ടും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയിലേക്ക് ഉയർന്നു വരികയാണ്. ഗാസ എപ്പോഴും പ്രശ്നബാധിതമായിട്ടുള്ളൊരു പ്രദേശം തന്നെയായിരുന്നു. പക്ഷേ ഈ ഇറാൻ്റെ മേൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തുന്ന യുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗാസ ഒന്ന് പിന്നോക്കം മാറി നിൽക്കുകയായിരുന്നു വാർത്തകളെ സംബന്ധിച്ച് പറയുമ്പോൾ. ഇപ്പോൾ വീണ്ടും ഗാസ ചർച്ചകളിലേക്ക് ഉയർന്നു വരുന്നതിൻ്റെ പ്രധാന കാരണം ഇസ്രായേൽ ഒരു സുപ്രധാന തീരുമാനം ലോകത്തെ അറിയിച്ചിരിക്കുന്നു. അതിനുള്ള നടപടികൾ അവർ ഒക്ടോബർ 7, 2023 ഹമാസ് ഭീകരവാദികൾ ഇസ്രായേലിൽ ആക്രമണം നടത്തിയ ദിവസം മുതൽ തന്നെ അവർ അതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഗാസയുടെ 70% ഇസ്രായേൽ അവരുടെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരികയാണ് എന്നുള്ള തീരുമാനം ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ലോകത്തെ അറിയിച്ചിരുന്നു. ഒട്ടും അത്ഭുതപ്പെടുത്താത്തൊരു കാര്യമുണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്ലാമിക ഭീകരവാദികളുടെ അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റക്കാരുടെ അല്ലെങ്കിൽ അഭയാർത്ഥികളായി വന്ന് ആ രാജ്യത്ത് പ്രശ്നമുണ്ടാക്കുന്ന ഇസ്ലാമിസ്റ്റുകളുടെ ശല്യം ലോകത്ത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലൊന്നായ ജർമ്മനിയാണ് ആദ്യം അത്തരത്തിലൊരു നീക്കം ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള എതിർപ്പുയർത്തിക്കൊണ്ട് മുന്നോട്ട് വന്നത്. ഒട്ടും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമല്ല. കാരണം അത് ലോകത്തിൻ്റെ ഒരു നടപടിക്രമങ്ങളിൽ സ്വാഭാവികമായി കണ്ടുവരുന്നൊരു പ്രക്രിയയാണ്. കാരണം എത്രത്തോളം ഈ ജിഹാദികളുടെ ആക്രമണത്തിനോ അല്ലെങ്കിൽ ഉപദ്രവങ്ങൾക്കോ വിധേയരായിരിക്കും സേവ് ഗാസ തുടങ്ങിയ പ്ലക്കാർഡും പിടിച്ച് തെരുവുകളിൽ ഇറങ്ങുന്നതോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലങ്ങളിൽ ഇത്തരം ശബ്ദങ്ങൾ ഉയർത്തുന്നു. അതെന്തായാലും വിഷയമല്ല. കാരണം ജർമ്മനിയൊന്നും ഇസ്രായേലിനെ സംബന്ധിച്ചൊരു ഗണ്യമായ ശക്തിയോ അല്ലെങ്കിൽ ഒരു ശബ്ദമോ അല്ലാത്തത് കൊണ്ട് ഇസ്രായേൽ അവരുടെ നടപടികളുമായി മുന്നോട്ട് പോകും. ഈ ഗാസ മേഖല ഇസ്രായേൽ പൂർണ്ണമായും അല്ലെങ്കിൽ ഒരു 70%, 70% എന്ന് പറയുമ്പോൾ ബാക്കി 30% ഇസ്രായേലിൻ്റെ കാര്യമായതുകൊണ്ട് ഇസ്രായേൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഭാരതം ഇസ്രായേലിനെ പോലെ ആകണം എന്ന് ഈ തിരിച്ചടികളുടെ കാര്യത്തിൽ. സത്യമാണ്. പക്ഷേ ഇസ്രായേലിൻ്റെ കാര്യത്തിലും ഭാരതത്തോട് ഒരുപാട് സമാനതകളുണ്ടെന്നുള്ളത് നാം പ്രത്യേകം ഓർക്കണം. കാരണം മാന്യമായ പെരുമാറ്റം എന്നുള്ളത് അവർ ഉറപ്പ് നൽകിയാൽ അവർ മാന്യമായ പെരുമാറ്റമേ നൽകുകയുള്ളൂ. കാരണം ഇടയ്ക്ക് ഈ പറയുന്നത് പോലെ അവരുടെ ഉള്ളിലും വികാരങ്ങൾ ഉള്ളത് കൊണ്ട് അവരുടെ ഈ അടുത്തിടയ്ക്ക് ഒരു മന്ത്രി അഭയാർത്ഥികളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റക്കാരെ പിടിച്ച് കൈകാര്യം ചെയ്യുന്ന വീഡിയോകളൊക്കെ പുറത്തു വന്നിരുന്നു. അത്തരക്കാർ വ്യക്തിപരമായി ഉണ്ടാകുമെങ്കിലും ഒരു നയപരമായ രീതിയിൽ എപ്പോഴും മാന്യത ഞങ്ങൾ പുലർത്തുമെന്നുള്ള വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഭാരതത്തെ പോലെ തന്നെ അത്തരത്തിലൊരു മാന്യത അവർ കാത്തു സൂക്ഷിക്കാറുണ്ട്. അതുകൊണ്ട് ഈ 30% ഗാസക്കാരുടെ കയ്യിലായിരിക്കുമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ അതും അവർ പാലിച്ചിരിക്കും. പക്ഷേ അവിടെയും പ്രശ്നങ്ങളുണ്ട്. കാരണം ആ 30%-നുള്ളിൽ ഹമാസ് വീണ്ടും തഴച്ച് വളരും. അല്ലെങ്കിൽ ഇപ്പോഴേ ഹമാസ് ഈ പറയുന്നത് പോലെ എന്താ പറയുക, ചെളിവെള്ളത്തിൽ ഈ കൊതുകിൻ്റെ മുട്ട നുരയ്ക്കുന്നത് പോലെ കുറേ ബാക്കിയുണ്ട് അവിടെ. അത് പൊട്ടി വിരിഞ്ഞ് കൊതുകുകളായി ഉയർന്നു വരുവാനുള്ള സാധ്യത ആ 30% സ്ഥലത്ത് നിലനിൽക്കുന്നുണ്ട്. അത് ഇസ്രായേലിന് അറിയാത്ത കാര്യമല്ല. പക്ഷേ പൂർണ്ണമായും പിടിച്ചെടുക്കുവാൻ ഇപ്പോൾ അവർ തയ്യാറല്ല. ഗാസയുടെ കാര്യം പറയുകയാണ്. അപ്പോൾ ഈ ഗാസ പിടിച്ചെടുക്കുമ്പോൾ ഇനി ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ എന്തായാലും ഭാരതത്തിൽ നിന്ന് വലിയ നിലവിളികൾ ഉയരും. ഗാസയിലേക്ക് നോക്കൂ, യാ ഗാസ, ഗാസ ചിരിക്കാതെ ആരുടെയെങ്കിലും എന്തെങ്കിലും ചിരിക്കില്ല എന്നുള്ള മുറവിളികൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിരന്തരം ഉയർന്നു വരും. ചിലപ്പോൾ തെരുവുകളിലും പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും. കാരണം ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണമാണല്ലോ കേരളത്തിൽ നടക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം പെരുന്നാളിന് റോഡ് ഉപരോധിച്ച് പടക്കം പൊട്ടിച്ച് ഭീതി പരത്തി പെരുന്നാൾ ആഘോഷിച്ചതുപോലെ അത്തരത്തിലുള്ള റോഡ് ഉപരോധിച്ച് ഈ ഗാസയ്ക്കെതിരെ പ്രതിഷേധിച്ച് അതിൻ്റെ പേരിൽ അക്രമം ഉണ്ടാക്കി ബേക്കറി ലഹളകൾ ഒരുപാട് നടന്നേക്കാം. ഏതൊക്കെ ബേക്കറികളിൽ നിന്ന് മുട്ടപ്പപ്സും ലഡുവും കാണാതാകുമെന്നുള്ളത് അത്തരത്തിലുള്ള ബേക്കറി ലഹളകൾ കഴിഞ്ഞേ ഒരുപക്ഷെ നമുക്കറിയുവാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. പക്ഷേ ഈ ഗാസ ഇപ്പോൾ പ്രസക്തമാകുന്നതിൻ്റെ മറ്റൊരു കാര്യം ഭാരതത്തെ സംബന്ധിച്ച് ഒരു ഗാസയുടെ ഉപമ നാം ഒന്ന് പരിശോധിക്കുമ്പോഴാണ്. ഈ ഗാസ ഇപ്പോൾ 70% ഇസ്രായേൽ പിടിച്ചെടുക്കുന്നത് അവർക്ക് ഭൂമിയുടെ ആവശ്യമുള്ളത് കൊണ്ടാണോ? ഇസ്രായേലിന് തീർച്ചയായിട്ടും ഭൂമിയുടെ ആവശ്യമുണ്ട്. കാരണം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ജൂതന്മാരായിട്ട് ജനിച്ച ജൂത കുടുംബങ്ങൾ ഇസ്രായേലിലേക്ക് വന്നാൽ അവരെ അവിടെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഒരു കടമയായിട്ടാണ് ഇസ്രായേൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ആവശ്യം ഇസ്രായേലിനുണ്ടെന്നുള്ളത് സത്യമാണ്. എന്നിരുന്നാൽ തന്നെ ഈ ഗാസ ഭൂമിയുടെ ആവശ്യപ്രകാരം മാത്രമല്ല ഇസ്രായേൽ ഏറ്റെടുക്കുന്നത്. ഇതിനെ ഒരു ബഫർ സോൺ എന്ന് പറയും. അതായത് ഈ തെക്കൻ ഇസ്രായേലിനെ, അതായത് ഈ ഗാസ സ്ട്രിപ്പ് എന്ന് പറയും, ഗാസയുടെ ആ ഒരു മുനമ്പ് വളഞ്ഞു നിൽക്കുന്നത് തെക്കൻ ഇസ്രായേലിനെയാണ്. ആ തെക്കൻ ഇസ്രായേലിൻ്റെ ഭാഗത്തേക്കാണ് ഈ 2023 ഒക്ടോബർ 7 ഹമാസ് ഭീകരവാദികൾ കടന്നു കയറി 1400ഓളം പേരെ വധിക്കുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായ ബലാത്സംഗത്തിനും പീഡനങ്ങൾക്കും ഇരയാക്കുകയും ചെയ്തത്. അത്തരത്തിലുള്ള
പ്രശ്നങ്ങൾ ഇനി ഇസ്രായേലിൻ്റെ പ്രധാന ഭൂമി എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ വിളിക്കാം. ഗാസ ഇസ്രായേലിൻ്റെ ഭാഗമാകുമ്പോൾ അതും ഇസ്രായേൽ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള പ്രധാന ഭൂമിയിൽ താമസിക്കുന്ന ഇസ്രായേൽ പൗരന്മാർക്ക് ഒരു സുരക്ഷ ഉറപ്പാക്കുവാനായിട്ടൊരു കലുങ്ക് പോലെ, അല്ലെങ്കിൽ ഈ പഴയ കോട്ടകൾക്കൊക്കെ ചുറ്റും വലിയ കനാലുകൾ ഉണ്ടാകുമായിരുന്നല്ലോ, അത്തരത്തിലുള്ളൊരു കനാല് പോലെ ഒരു ബഫർ സോൺ, മിലിറ്ററി ബഫർ സോണായിട്ട് ഈ ഗാസയെ ഉപയോഗിക്കുവാൻ ഇസ്രായേലിന് സാധിക്കും ഹമാസിനെതിരെ, അല്ലെങ്കിൽ ഹമാസിൻ്റെ പുതിയ രൂപങ്ങൾക്കെതിരെ. ഹമാസ് ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. എന്നാലും അതിൻ്റെ അവശിഷ്ടങ്ങൾ ബാക്കിയുണ്ട്. ഇസ്ലാമിക ഭീകരവാദികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു തുള്ളിയെങ്കിലും അവരുടെ അവശിഷ്ടം ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന ഒരു ജനവിഭാഗം അവിടെ ഉണ്ടെങ്കിൽ, അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ 30% പിടിച്ചെടുക്കാതെ പോകുന്നത് ഒരു പ്രശ്നമാകുമെന്ന് ഇസ്രായേലിനും അറിയാമത്. അവിടെ പ്രശ്നമാകുന്നത് ഒരു തുള്ളിയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവിടെ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു ഭീകര സംഘടനകൾ ഉയർത്തെഴുന്നേറ്റ് വരുവാനുള്ള സാധ്യതകളുണ്ട്. ഇസ്രായേലിൻ്റെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല, പക്ഷേ താൽക്കാലികമായി അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പരിഹാരമായിട്ട് ഈ ഗാസ പിടിച്ചെടുക്കുന്നത് അവർക്ക് ഉപകരിക്കും, അത്തരത്തിലുള്ളൊരു ദീർഘകാല പരിഹാരം കണ്ടെത്തുവാനായിട്ട്. ഇതിൻ്റെ ഇനി മറ്റൊരു വശം പരിശോധിക്കുമ്പോൾ, ഈ ഇറാൻ യുദ്ധം നടക്കുന്നതിനിടയിൽ, ഇറാൻ്റെ മേൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ ആക്രമണങ്ങൾ നടത്തുന്നതിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ളൊരു തീരുമാനം ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചത് എന്തുകൊണ്ടാണ്? ഈ കഴിഞ്ഞ ദിവസം ഓട്ടപ്രദർശനത്തിൽ ഹരി പറഞ്ഞതുപോലെ ഇസ്രായേൽ അവരുടെ ആന്തരിക സുരക്ഷയെ സംബന്ധിച്ച്, ആന്തരിക സുരക്ഷ എന്ന് പറയുന്നത് ഞാൻ അകത്തുള്ള ഭീകരവാദ ആക്രമണങ്ങളുടെ കാര്യമല്ല പറയുന്നത്, ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ സമ്പൂർണ്ണ സുരക്ഷ, ആന്തരിക സുരക്ഷ എന്നുള്ളത് തെറ്റാണ്, സമ്പൂർണ്ണ സുരക്ഷയെ സംബന്ധിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രശ്നം തുർക്കിയും ഈജിപ്തും പോലുള്ള രാജ്യങ്ങൾ ഇപ്പോഴും ഇസ്രായേലിൻ്റെ ശത്രുക്കൾ തന്നെയാണ്. ഇസ്രായേലിന് ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാൻ അവർ ഏത് സമയത്തും സന്നദ്ധരായിരിക്കുകയാണ്. വ്യത്യസ്തമായ രീതികളിലായിരിക്കുമെന്ന് മാത്രം. തുർക്കി ഒരിക്കലും ഈ ഹമാസൊക്കെ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഇറാൻ ഹിസ്ബുള്ളയെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ നേരിട്ട് ആക്രമിക്കുകയില്ല. പക്ഷേ തുർക്കി ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് അവരുടെ സുരക്ഷയ്ക്ക് ഇസ്ലാമിക ഭീകരവാദികളുടെ പക്ഷത്തു നിന്ന് നോക്കുമ്പോൾ വലിയ പക്ഷത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദികളെ ലോകരാജ്യങ്ങൾ ഭീഷണി എന്ന തരത്തിൽ വീക്ഷിക്കുമ്പോൾ തുർക്കി വലിയ അപകടം പിടിച്ചൊരു രാജ്യമാണ്. കാരണം രഹസ്യമായി സാങ്കേതിക വിദ്യ യൂറോപ്പുമായി ചേർന്ന് നിന്ന് ഒരുപാട് തുർക്കി സ്വന്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഡ്രോണുകളുടെ കാര്യത്തിൽ, അത്തരത്തിലുള്ള, പിന്നെ മിസൈലുകളും, അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഭീകരവാദികൾക്ക് രഹസ്യമായി കൈമാറുന്നതിൽ തുർക്കിയുടെ വൈദഗ്ധ്യം തൽക്കാലം മറ്റൊരു ഇസ്ലാമിക രാജ്യത്തിനും ഇല്ല. ഈ വൈദഗ്ധ്യം ഉപയോഗിച്ച് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരവാദ സംഘടനകളെ തുർക്കി പിന്തുണയ്ക്കുവാൻ ഒരുങ്ങിയാൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ പ്രശ്നമായി പരിണമിക്കും. അതുകൊണ്ട് തന്നെ തുർക്കി ഈജിപ്തിനെ സംബന്ധിച്ച് ഇസ്രായേൽ അടുത്ത സുരക്ഷാ നടപടികൾ കൈക്കൊള്ളും. അതിന് മുൻപ് ഈ ഗാസ മേഖലയിൽ നിന്ന് ഈ ഹമാസോ ഹിസ്ബുള്ളയോ അതിൻ്റെ എന്തെങ്കിലും മിച്ചമോ ബാക്കിയോ ഉണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് പ്രശ്നമുണ്ടാകാതിരിക്കുവാനുള്ളൊരു സുരക്ഷാ ക്രമീകരണം കൂടിയാണ് ഗാസ ഇപ്പോൾ പിടിച്ചെടുക്കുന്നത്. ഗാസയുടെ 70% സ്വന്തം കയ്യിലാക്കി അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിലൂടെ ഇസ്രായേൽ ചെയ്യുന്നത്. ഇനി എന്തായിരിക്കും തുർക്കിയുടെ നേരെയുള്ള ഇസ്രായേലിൻ്റെ നടപടി? ആക്രമണമുണ്ടാകുമോ? ഇസ്രായേലിൻ്റെ കാര്യമായതുകൊണ്ട് പറയുവാൻ സാധിക്കില്ല. അവർക്ക് ഏതെങ്കിലും തരത്തിൽ വലിയ ഭീഷണിയാണ് തുർക്കി ഉയർത്തുന്നതെന്ന് അവർക്ക് തോന്നിയാൽ അവർ കൃത്യമായി ആക്രമണം നടത്തിയിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ആക്രമണത്തെക്കാൾ കൂടുതൽ നയതന്ത്രപരമായിട്ടോ അല്ലെങ്കിൽ മൊസാദിനെ ഉപയോഗിച്ചുള്ള രഹസ്യമായിട്ടുള്ള ഈ തുർക്കിയുടെ പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കലോ അതൊക്കെയായിരിക്കാം ഇസ്രായേൽ കൂടുതൽ കാര്യക്ഷമമായി ചെയ്യുവാൻ പോകുന്നത്. എന്തായിരിക്കും ആ നടപടികളെന്നുള്ളത് വരും ദിവസങ്ങളിലെ കൂടുതൽ തെളിമയോടെ നമ്മുടെ മുമ്പിൽ ഉയർന്നു വരികയുള്ളൂ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. തെളിമയോടെ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ തുരങ്കം വയ്ക്കലുകളൊന്നും ഇസ്രായേൽ ഒരിക്കലും പത്രത്തിൽ പരസ്യം നൽകി ചെയ്യാറില്ല, അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ അവർ അതിൻ്റെ അവകാശവാദം ഉന്നയിക്കാറില്ല. ചില കാര്യങ്ങളിൽ അവകാശവാദം ഉന്നയിച്ചതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാറുണ്ട്. ചില കാര്യങ്ങൾ അവരാണ് ചെയ്തതെന്ന് ലോകം ആരോപിച്ചാലും അവർ കേട്ട ഭാവം നടിക്കാറില്ല. ആണെങ്കിലാണ്, അല്ലെങ്കിൽ അല്ല, ആയിരിക്കാം, അല്ലായിരിക്കാം. ഐ കനോട്ട് നീദർ കൺഫേം ഓർ ഡിനൈ എന്ന് പട്ടാളക്കാരുടെ ഒരു ഭാഷയുണ്ട്, സൈനിക ഭാഷയുണ്ട്. അത്തരത്തിലാണ് അവർ ഇതിനെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അതുപോലും അവർ പുറത്ത് പറയാറില്ല. അത്തരത്തിലുള്ള നടപടികളിലേക്ക് ഇസ്രായേൽ ഇനി കടക്കുവാൻ പോവുകയാണ് എന്ന് വേണം ഇപ്പോൾ ഈ പരസ്യമായിട്ടുള്ള പ്രഖ്യാപനത്തിൻ്റെ, ഗാസയുടെ 70% ഭാഗം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് എന്നുള്ള പരസ്യ പ്രഖ്യാപനത്തിലൂടെ നാം വായിച്ചെടുക്കേണ്ടത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇസ്ലാമിക ഭീകരതയെ ലക്ഷ്യമിട്ട് ശക്തമായ നീക്കങ്ങൾ തന്നെ, അതൊരു പക്ഷേ പരസ്യമായ യുദ്ധം
ആയിരിക്കാം, അല്ലെങ്കിൽ രഹസ്യമായ നീക്കങ്ങളായിരിക്കാം. എന്തായാലും നടപടികൾ ശക്തമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത്തരത്തിലുള്ള നടപടികൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇസ്ലാമിക ഭീകരവാദ ശക്തികൾക്ക് നേരെ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതും ഈ ഗാസ പോലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ആളുകളുടെ ഒരു പ്രതികരണം, സേവ് ഗാസയാണെങ്കിൽ അല്ലെങ്കിൽ ഇസ്രായേലിനെ അനുകൂലിച്ചുള്ള പ്രതികരണങ്ങളാണെങ്കിൽ ആ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയുവാൻ തീർച്ചയായും ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ആ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളെ അറിയിക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.